ഇപ്പം വയലൻസ് ഒക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം. ഒരു ശാസ്ത്രീയ പഠനം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല പല യൂണിവേഴ്സിറ്റീസിലും വളരെ രീതിയിൽ ഒരുപാട് സാമ്പിൾസിൽ വെച്ചുകൊണ്ട് അടുത്ത കാലത്തായിട്ട് കുട്ടികളിൽ വരുന്ന ഈ ചേഞ്ചസ്, അതായത് വയലൻസിൻ്റെ കാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യമാധ്യമം തന്നെയാണ്. അവരെന്ത് കാണുന്നു, അവർ ചെറുപ്പം മുതൽ അവരെന്ത് കാണുന്നു. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ മേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പതി ദൈവം പതി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പകുതി നമ്മുടെ ജെനറ്റിക് മേക്കപ്പാണ്. നമ്മുടെ തലച്ചോർ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പകുതി ജെനറ്റിക് മേക്കപ്പാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ബാക്കി പകുതി നമ്മുടെ സമൂഹത്തിൽ എന്താണാവോ അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണോ എക്സ്പോസ്ഡ് ആവുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പം ഒരു എൻവയറൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും ആ ഒരു എൻവയറൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്യാരക്ടറുണ്ട്, അതുകൂടാതെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ക്യാരക്ടർ, അതാണ് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ മോശം രീതിയിൽ കൊണ്ടുപോകും. അപ്പോൾ ചെറുപ്പത്തിലെ അവർ ഏത് രീതിയിലാണ് അവർ എക്സ്പോസ്ഡ് ആവുന്നത് അതിലേക്കായിരിക്കും കുട്ടികൾ പോകുന്നത്. അപ്പോൾ അവർ ഇപ്പോഴും ഡെഫിനറ്റ്ലി ഈ വയലൻസും ഈ വളരെ ഈ മറ്റേ ലേഡീസിനെ മോശമായിട്ട് പെരുമാറുന്നതും അല്ലാത്ത അങ്ങനെ എന്തൊക്കെ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അതാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ ആവണം, അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവർ വളർന്നു വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അതൊരിക്കലും ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല. പോസിറ്റീവ് മാത്രം കണ്ട ഒരു കുട്ടി ചിലപ്പോൾ പ്രായമാകുമ്പോൾ പെട്ടെന്ന് നെഗറ്റീവ് കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് മോശമായിട്ടൊരു കാര്യം കാണുമ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല ഇത് ശരിയല്ല എന്നുള്ളത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊക്കെ ഒന്നും ശരിയായ കാര്യങ്ങളല്ല എന്നുള്ളത് ചെറുപ്പം മുതലേ മനസ്സിലാക്കി അവരുടെ ബ്രെയിനിൽ അതിനെ ട്യൂൺ ചെയ്ത് വേണം നമ്മൾ വളർത്തി കൊണ്ടുവരാൻ. അത് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് സിനിമയിലുള്ള ബാഡ് ഇൻഫ്ലുവൻസ്, നമ്മുടെ ഹീറോസ് കാണിക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കുട്ടികളെ അത് മോശമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. അത് അവരുടെ സമൂഹത്തും അവരുടെ ബാക്കിയുള്ള കൊളീഗ്സിനടുത്തും അവരുടെ പേരൻസിൻ്റെ അടുത്തും അവരുടെ സിബ്ലിങ്സിൻ്റെ അടുത്തും എല്ലാം ഈ ഒരു സ്വഭാവം അവർ കാണിക്കും.